ദൈവം ഇങ്ങനെ വിളിച്ചു വേർതിരിക്കുന്നതിലുള്ള ഉദ്ദേശം എന്താ? എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവൻ അവളെ, അതായത് യേശു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ സഭ വിശുദ്ധമായിരിക്കണം. ഒരു രീതിയിലും ഒരു അശുദ്ധി സഭയ്ക്കകത്ത് പാടില്ല. ആരെല്ലാമാണോ സഭയെ എടുത്ത് കളിക്കുവാൻ നോക്കുന്നവരും, അതിപ്പോൾ ലീഡർമാരായാലും വിശ്വാസികളായാലും, അവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്യാൻ നോക്കുന്നവരും, പിന്നെ സഭയെ മോഡേണായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നവരും, വിശുദ്ധിക്ക് കോംപ്രമൈസ് വരുത്തി അശുദ്ധിയെ സഭയ്ക്കകത്ത് പ്രവേശിപ്പിക്കുന്നവരും, ഇങ്ങനെയുള്ളവരെല്ലാവരും ഒരു നാൾ കർത്താവിനെ ഫേസ് ചെയ്യേണ്ടി വരും. അന്ന് നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ സമയ കാലഘട്ടത്തേക്ക് അവർ നിത്യ നരകത്തിലേക്ക് തള്ളിയിടപ്പെടും. അവർ നിത്യതയിലുടനീളം അവർ കെടാത്ത തീപ്പൊയ്യയിലായിരിക്കും അവരവരുടെ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലീഡറായാലും വിശ്വാസിയാന്നേലും പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ചില കാര്യങ്ങളൊക്കെ വിട്ടൊഴിയണം. അത് കള്ളം പറച്ചിലായിരിക്കാം, അഹങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിങ്ങൾ വെച്ച് പുലർത്തുന്ന അശുദ്ധിയായിരിക്കാം, വഞ്ചനയായിരിക്കാം, ഗോസിപ്പടിയായിരിക്കാം, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോടുള്ള അത്യാഗ്രഹമായിരിക്കാം, ബാക്ക് ബൈറ്റിംഗ്, അതായത് തിരിഞ്ഞു നിന്ന് കടിക്കുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ബിറ്റർനെസ്, കയ്പ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് കർത്താവിങ്കിലേക്ക് സത്യത്തിൽ തിരിയുവീൻ. യേശു കർത്താവ് വേഗം വരാറായി. ബൈബിൾ പറയുന്നത് പോലെ നിന്റെ ദൈവമാകുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുവിൻ.